നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 9 തിങ്കളാഴ്ചയാണ്, മകരം 26. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. കേസിൽ ഇനി 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷിജോ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, 2 പേരകത്തായിട്ടും എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ പിടികൂടാൻ ആകുന്നില്ല എന്ന്. അപ്പോൾ ഇയാളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. മറ്റുള്ളവരുടെ കാര്യം എന്താണ്? ക്രിസ്റ്റീന, തിരുവല്ലയിലെ സ്പായിലുണ്ടായിട്ടുള്ള കൂട്ടബലാത്സംഗത്തിൽ ആദ്യം 2 പ്രതികൾ മാത്രമാണ് പിടിയിലായത്. സുബിൻ അലക്സാണ്ടറിന്റെ കൂട്ടാളിയായിരുന്ന ബെർലിൻ ദാസ് മാത്രമാണ് പിടിയിലായിരുന്നത്. അതിന് പിന്നാലെ 4 പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ഇതിൽ 2 പ്രതികൾ നിലവിൽ ബംഗളൂരുവിലേക്ക് കടന്നായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് 36 വയസ്സുകാരനായിട്ടുള്ള നിരണം സ്വദേശി വരുൺ കുമാറിനെ ഇന്ന് പുലർച്ചയോടുകൂടി ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇയാൾ ആലുവ ഭാഗത്തുണ്ട് എന്ന് ഇയാളുടെ ഫോൺ ഓണായ സമയത്ത് തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ വരുൺ പിടിയിലായിട്ടുള്ളത്. ഈ കേസിൽ സുബിൻ അലക്സാണ്ടറിനൊപ്പം നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ് വരുൺകുമാർ എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ആലുവയിൽ നിന്ന് പിടികൂടിയ വരുണിനെ ഇപ്പോൾ പുലർച്ചെ 6 മണിയോടുകൂടി തിരുവല്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളായിരിക്കും പോലീസിൽ നിന്ന് ലഭിക്കുക. മറ്റ് കുറ്റകൃത്യങ്ങളിലടക്കം ഈ പറയുന്ന വരുൺ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്ന 3ാമത്തെ പ്രതിയാണ്. കൂട്ടബലാത്സംഗത്തിൽ നിലവിൽ 6 പ്രതികളാണ് ഉള്ളത്. അതിൽ 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ദാസ്, ഇപ്പോൾ വരുൺ, ഈ പറയുന്ന 3 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സുബിൻ അലക്സാണ്ടറിനെയും ബെർലിൻ ദാസിനെയും തിരുവല്ല പോലീസ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒളിവിൽ പോയ ഒരു പ്രതി ഇപ്പോൾ വരുണിനെ പിടികൂടിയിരിക്കുന്നത്. ഇനി മറ്റ് 3 പ്രതികൾ ഒളിവിലാണ്. ഒരാൾ, ഈ പറയുന്ന 2 ആളുകൾ ബംഗളൂരുവിലേക്ക് കടന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. മറ്റൊരാൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ വരുണിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. പരമാവധി വേഗം ഈ ബാക്കിയുള്ള ഒളിവിലുള്ള പ്രതികളെ കൂടെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു പകൽ 3:30 തിരുവല്ലയിലെ സ്പായിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറുണ്ട്, കൊച്ചിയിൽ വിഷ്ണു സുരേഷുണ്ട്, കോഴിക്കോട് നിഖിൽ പ്രമേഷുണ്ട്, ഡൽഹിയിൽ ബൽറാം നെടുങ്ങാടിയുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് മധ്യ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. SIT 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോടതി നടപടികൾ എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ ഈ സൂരജ് ലാമ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മലയാളികൾ ഒന്നടങ്കം ക്ഷമ പറയേണ്ട ഒരു കേസാണ്. സംവിധാനം കൊന്നതാണ്, ഒരു മനുഷ്യജീവിയോട് കാണിക്കേണ്ട ഒരു പരിഗണനയും നൽകിയില്ല എന്ന് കോടതി തന്നെ പറഞ്ഞ കേസാണ്. അപ്പോൾ ഇന്ന് കോടതിയുടെ നടപടികൾ എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ ഈ കൊച്ചിയിലെ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനവും ഇന്നാണല്ലോ. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് ഒരുപിടി വാർത്തകളുണ്ട്. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട, കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വാർത്തകളാണ്. അതിൽ 2 വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്നാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി അതിന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. SIT ഉദ്യോഗസ്ഥർ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകും. അവർ 5ാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും. ഒപ്പം VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ടും ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തും. ഹൈക്കോടതി നിർദ്ദേശാനുസരണം ആരംഭിച്ചൊരു അന്വേഷണം, ഹൈക്കോടതിയുടെ ഗൈഡ് ലൈൻസിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി മറ്റൊരു ബെഞ്ച്, സിംഗിൾ ബെഞ്ച്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ബെഞ്ച്, അതായത് ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ച് വലിയ തൃപ്തിയിലാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ അന്വേഷണ തുടർ നീക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കോടതിയുടെ ഉത്തരവോടുകൂടിയായിരിക്കും മനസ്സിലാകുക. ഏറ്റവും ആദ്യത്തെ ഐറ്റമായാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുക. അതിലിപ്പോൾ കോടതിയുടെ ഉത്തരവാണ് ഇതിൽ ഏറ്റവും നിർണായകമായി വരാൻ പോകുന്നത്. അത് വൈകിട്ടോടുകൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, സൂരജ് ലാമ തിരോധാനവുമായി ബന്ധപ്പെട്ട് മകൻ സാന്റോൺ ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ്. അതിപ്പോൾ ഒരു മരണ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഉച്ചയ്ക്ക് 1:45 ആ ഹർജി പരിഗണിക്കുക. വിശദമായി വാദം കേൾക്കും. അതിൽ ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം ഈ നെടുമ്പാശ്ശേരി SHOയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൂരജ് ലാമയുടെ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തത് നെടുമ്പാശ്ശേരി പോലീസിലാണ്. പക്ഷേ അവിടെ വേണ്ടവിധ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. ഇന്നും ആ വിമർശനങ്ങൾ തുടരാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. മറ്റൊന്ന് കൊച്ചിയിൽ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനമാണ്. അഭിമാന പദ്ധതിയായി ഇടതുപക്ഷ സർക്കാരും കേരളവും ഒക്കെ ഉയർത്തിക്കാട്ടാൻ പോകുന്ന ക്യാൻസർ സെന്ററാണ്. വൈകിട്ട് 3 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ആരോഗ്യമന്ത്രി ഉണ്ടാകും. ഏകദേശം 400 കോടിയിലധികം രൂപ ചിലവഴിച്ചുകൊണ്ടിട്ടാണ് ആ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം. 449 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 63 ലക്ഷം ചതുരശ്രടിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതെന്തായാലും ഒരു അഭിമാന പദ്ധതിയായിരിക്കും. പ്രത്യേകിച്ച് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് വലിയ ആശ്വാസമാകാൻ പോകുകയാണ് കൊച്ചിയിലെ ക്യാൻസർ സെന്റർ. അങ്ങനെ കുറേയേറെ വാർത്തകളുണ്ട്. ഫെഫ്കയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. അങ്ങനെ കുറേയേറെ വാർത്തകൾ ഇന്ന് കൊച്ചിയിൽ നിന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുമായി ചേർന്നത്. മറ്റ് റിപ്പോർട്ടേഴ്സും താമസിയാതെ പ്രേക്ഷകർക്കൊപ്പം ചേരും. മറ്റു ചില വാർത്തകളിലേക്കാണ്. മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയും നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇന്ന് പുതുക്കിയ സേവന വേതന കരാർ ഒപ്പിടും. 3 വർഷത്തിന് ശേഷം പുതുക്കുന്ന കരാറിൽ ഫെഫ്കയ്ക്ക് കീഴിലെ ദിവസവേതനക്കാരുടെ ജോലി സമയം 16 നിന്ന് 12 മണിക്കൂറായി കുറയും. എന്നാൽ ഇവരുടെ വേതനം പുതുക്കുന്നത് 1 വർഷം കഴിഞ്ഞ് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് ഇരു സംഘടനകളും ധാരണയിൽ െത്തിയിരുന്നു. രാവിലെ 10-ന് കൊച്ചിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആസ്ഥാനത്ത് കരാർ ഒപ്പിട്ട ശേഷം ഇരു സംഘടനകളുടെയും നേതാക്കൾ മാധ്യമങ്ങളെ കാണും. പാലക്കാട് പത്തിരിപ്പാലയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. കർണാടകയിൽ നിന്നും പഞ്ചസാര കയറ്റി വരികയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ലോറിയുടെ മുൻഭാഗത്തു നിന്നും തീപടരുന്നത് കണ്ട് ഡ്രൈവറും ഒപ്പം ഉണ്ടായിരുന്ന ആളും ഇറങ്ങിയോടിയതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ഇനി തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അജ്മൽ ദിറാറാണ്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത്? ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ സ്പാകളിൽ കഴിഞ്ഞ ദിവസം പരിശോധന തുടരും. മേയർ വി രാജേഷിന്റെ കുറച്ച് നടപടികൾ ഇന്നലെ എടുത്തിരുന്നു. ഇനി സർക്കാർ മെഡിക്കൽ കോളേജിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിഷയത്തിൽ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ സമരം KGMCTA തുടരാൻ തീരുമാനിച്ചിരിക്കുകയുമാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. നമ്മുടെ തെക്കൻ കേരളത്തിൽ ഒരു വാർത്താ പകൽ കൂടി തുടങ്ങുമ്പോൾ ഇവിടെ നിന്നും നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ഒരുപാട് വാർത്തകളൊന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. അതിൽ 2 കേസിലും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഒന്ന് കട്ടിളപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് സ്വർണ്ണം അപഹരിച്ചെന്നുള്ള കേസിലാണ്. മറ്റൊന്ന് ദ്വാരപാലക ശില്പപ്പാളികളിൽ നിന്ന് സ്വർണ്ണം അപഹരിച്ച കേസ്. 2 കേസിലും ഒരുമിച്ചാണ് ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT കൂടി ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളയും അതുമായി ബന്ധപ്പെട്ട എല്ലാ അനധികൃത പ്രവർത്തനങ്ങളും ഈ തന്ത്രിയുടെ അറിവോടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി മൗനാനുവാദത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്തുവിടുക എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി, അതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാകുന്നതാണ് എന്നാണ് SITയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം കോടതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തന്ത്രിക്ക് ഇതുകൂടി പരിഗണിച്ച ശേഷമാകും കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുക. അതുകൂടാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും SIT ഊർജിതമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കൂടി SIT തേടുന്നുണ്ട്. അതുകൂടാതെ ആന്റണി MBയെയും പിന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് തുറന്നു കാണുന്നത്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് MP നൽകിയ മൊഴി കൂടി വിശദമായി SIT പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആ വിഷയത്തിൽ തന്നെ വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം VSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം, അന്തിമ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണത്തിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ നിന്ന് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൂടി കോടതിയിൽ നൽകിയ ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാകും SIT വിഷയത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത KGMCTA ബന്ധപ്പെട്ടാണ്. ഈ KGMCTA ബന്ധപ്പെട്ട് അവർ നടത്തിയ സമര പരിപാടികൾ 1ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2020
2025 ജൂൺ മാസമാണ് അവർ അതിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. അവരുടെ ശമ്പള കുടിശ്ശിക അതിൻ്റെ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കുടിശ്ശികകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും രോഗികൾക്ക് ആനുപാതികമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക ഡോക്ടർ നിയമനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം തുടങ്ങിയിരുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്നോളം OP ബഹിഷ്കരണം അടക്കമുള്ള വളരെ നിർണായകമായ സമര രീതികളിലേക്ക് അവർ കടന്നിട്ടുണ്ടായിരുന്നെങ്കിലും സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ വിഷയത്തിൽ അവർ ആ സമരത്തിൽ നിന്ന് അല്പം പിന്നാക്കം പോയിരുന്നു. എന്നാൽ സർക്കാർ ഇപ്പോഴും അവരുടെ പരിഗണിക്കപ്പെടേണ്ടതായ വിഷയങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് കാട്ടി അവർ വീണ്ടും സമര പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാകും ആ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ അവരൊരു തീരുമാനമുണ്ടാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം സ്പായിലുണ്ടായ സ്ത്രീക്ക് നേരെ ഉണ്ടായ ഒരു ലൈംഗികാതിക്രമ കേസ് കേരളത്തിലേറെ ചർച്ചയായ വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തും അതിൽ നിന്ന് വിഭിന്നമല്ല. ഇത്തരത്തിൽ നിരവധി അനധികൃത സ്പാകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ നമ്മൾ തിരുവല്ലയിൽ കണ്ടുപോലെയുള്ള ഗുണ്ടാ പിരിവുകളും ഗുണ്ടാ സംഘങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് വിളിച്ച വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പോലീസുമായി ചർച്ച നടത്തുകയും കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലുള്ള ഈ സ്പാ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിൻ്റെ നടപടികളിലേക്ക് ഇന്നലെ വൈകിട്ട് തന്നെ കടക്കുകയും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള 2 അനധികൃത സ്പാകൾ പൂട്ടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്നും ഇന്നും അതിൻ്റെ പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് ക്രിസ്റ്റീന കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, അജ്മൽ ദിറാറാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടമ NM രാജുവിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പണം നിക്ഷേപിച്ചവരുടെയും നൽകിയവരുടെയും വിവരങ്ങളാണ് നേരിട്ട് അറിയിക്കുക. ഇതിനുശേഷമാകും ആന്റണി MP ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. MP-ക്ക് 2 കോടി നൽകിയിരുന്നുവെന്നാണ് NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. ആന്റണിക്ക് നൽകിയത് തട്ടിപ്പ് പണമാണോ എന്നതിലാണ് അന്വേഷണം. ഇനി വടക്കൻ മലബാറിൽ നിന്നുള്ള വാർത്തകളുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ നിന്ന് നിർണായക വിധി വരികയാണല്ലോ. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് കണ്ണൂർ ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. അപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. പ്രാദേശികമായ പല വിഷയങ്ങളും ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ യുവാക്കൾക്കടക്കമുള്ള ഒരു പുതിയ ഊർജം നൽകാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുമോ? വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷിംജിത മുസ്തഫയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടുമോ എന്നുള്ളത്. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടുവെന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഈ പ്രതിക്കെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ കുന്നമംഗലം കോടതി അവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഒരുപക്ഷെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയാൽ പ്രതി പുറത്തിറങ്ങി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു കോടതി ഈ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് അവർ മേൽക്കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ ജില്ലാ കോടതി അവർക്ക് ജാമ്യം നൽകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് അപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ഷിംജിത മുസ്തഫയുടെ വീഡിയോയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്ന ഒരു കാര്യം. പോലീസ് കോടതി അറിയിച്ചിട്ടുള്ള ഒരു കാര്യവും ഇത് തന്നെയാണ്. കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച ശേഷം അന്വേഷണ സംഘം ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കോടതി ഈ കേസ് പരിഗണിക്കുക. അപ്പോൾ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അത് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗത്തിലേക്കുള്ള കടന്നുവരവാണ് യാത്രയിലൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് പൊതുവിൽ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം. അപ്പോൾ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. 5 ഇടത്താണ് യാത്രയ്ക്ക് ഇന്ന് സ്വീകരണമുള്ളത്. തലശ്ശേരി, പാനൂർ, മട്ടന്നൂർ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി എന്നീ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലൂടെയും ഈ യാത്ര കടന്നു പോവുക. കാരണം LDF-ന് വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വിമർശനം കടുപ്പിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നീങ്ങാൻ സാധ്യത. അവിടെ ഇന്ന് പ്രമുഖ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ,
നിലവിൽ സണ്ണി ജോസഫ്, CP ജോൺ, K സുധാകരൻ എന്നീ ആളുകൾ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും കണ്ണൂർ ജില്ലയിലേക്ക് ഇന്ന് യാത്ര പ്രവേശിക്കുന്നു. 5 ഇടത്താണ് ഇന്ന് യാത്രയ്ക്ക് സ്വീകരണമുള്ളത്. കൃഷ്ണ, ഓക്കെ, അതൊക്കെയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. ഇനി നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരും. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വിഷയം, അതിൽ ഇടക്കാല കരാറായിട്ടുണ്ട്, പക്ഷെ പല വിഷയങ്ങളിലും ഒരു വ്യക്തതയായിട്ടില്ല. പക്ഷേ ഇത് ഒരു ആയുധമായി പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കഴിഞ്ഞ ആഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ US വ്യാപാര കരാർ ഒരു പ്രധാന ആയുധമായി പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ സമ്മേളനം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ സമ്മേളനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട ഉള്ള പ്രാഥമിക കരാറിന്റെ ചട്ടക്കൂട് പുറത്തിറങ്ങിയത്. അത് സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും നടത്തിയത്. ഇതിൽ ഉന്നയിച്ച പല വിഷയങ്ങളിലും പ്രതിപക്ഷം ഇതിനകം തന്നെ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സംയുക്ത പ്രസ്താവന പൂർണ്ണമല്ല, വ്യക്തമല്ല എന്നും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, കർഷക വഞ്ചനയാണ് ഈ കരാർ എന്നുമുള്ള ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട്. ഈ വിഷയം പാർലമെന്റിലും ഇന്ന് ഉന്നയിക്കാനാണ് സാധ്യത. ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച പൂർണ്ണമായും 5 ദിവസം നീണ്ടുനിന്ന സഭാ സ്തംഭനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സമാനമായി ഈ വിഷയം ഇരുസഭകളിലും ഉന്നയിക്കുമ്പോൾ അത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വഴിവെക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ന് ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ചയാണ് ഇരു സഭകളിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായി ഇന്ന് ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സുപ്രീം കോടതി ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ കോടതിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തി തന്നെ വാദിച്ചിരുന്നു. പലർക്കും നോട്ടീസുകൾ ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പേരുകളുടെ പൊരുത്തക്കേടിൽ നോട്ടീസ് നൽകുന്നത് ശ്രദ്ധാപൂർവം വേണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ഈ മമതയുടെ ഹർജിയിൽ കമ്മീഷനോട് വിശദീകരണം തേടിയിരുന്നു കോടതി. അതിനുള്ള മറുപടി കമ്മീഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ഒപ്പം തന്നെ ഈ FIR പ്രക്രിയ നീട്ടണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനം അറിയിക്കാനും സാധ്യതയുണ്ട്. ക്രിസ്റ്റീന, ശരി. ദേശീയ വാർത്തകളുടെ വിവരങ്ങളുമായി ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പാക്കുന്ന ഭവന പദ്ധതിയിൽ പാലക്കാട് ജില്ലയിലെ 12ാമത് വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് നടന്നു. കരിമ്പുഴ പഞ്ചായത്തിൽ ചുള്ളിയോട് താമസിക്കുന്ന സഫിയയ്ക്കാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. 24 കണക്ട് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ T ജയപ്രകാശ് താക്കോൽ ദാനം നിർവഹിച്ചു. സ്വന്തമായൊരു വീട് യാഥാർത്ഥ്യമായതോടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് സഫിയയ്ക്കും 2 മക്കൾക്കും. വളരെയധികം സന്തോഷമുണ്ട്. 24 ന്യൂസും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഇങ്ങനെ ഒരു വീട് തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രകാശ് സാറിന് വളരെ നന്ദി അറിയിക്കുന്നു. കരിമ്പുഴ പഞ്ചായത്തിലെ എളുമ്പുലാശ്ശേരി പോംബ്രയിൽ താമസിക്കുന്ന സഫിയ കൂലിപ്പണിയെടുത്താണ് 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തെ പോറ്റിയിരുന്നത്. മക്കളുടെ പഠന ചെലവും സഫിയയുടെ വരുമാനത്തിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. സഫിയയും മക്കളും ഇത്രയും കാലം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇരുവരുടെയും ദുരിതം നാട്ടുകാർ 24 കണക്ട് ടീമിനെ അറിയിച്ചു. തുടർന്ന് 8 മാസങ്ങൾക്ക് ശേഷം സൗകര്യപ്രദമാർന്ന വീട് 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ചു നൽകി. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഇന്ന്. കാരണം പാവപ്പെട്ടവരെ കണ്ടെത്തി 24 ചാനലും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് അവരുടെ ഒരു സ്വപ്ന ഭവനം അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും കടപ്പാടെല്ലാം 24 ചാനലിനോടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും ഈ ഒരു നിമിഷം ഞാൻ അറിയിക്കുന്നു. ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഷൗക്കത്ത് പങ്കെടുത്തു. 24 പാലക്കാട്. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം 3 ദിവസത്തെ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയിലെ ചുണങ്ങംവേലിയിൽ നടന്ന പരിപാടിയിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട 40 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്.
കൗമാര വിദ്യാഭ്യാസവും നൈപുണി വികസനവുമാണ് ഡയറ്റ് ജില്ലാതല പരിശീലന പരിപാടികളുടെ ലക്ഷ്യം. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി. ഭാഷാ നൈപുണി വികാസത്തിലായാലും ലൈഫ് സ്കില്ലിലായാലും കുട്ടികൾക്ക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. മൊബൈൽ ഹാർഡ്വെയർ, കൃഷി, ഗ്രാഫ്റ്റിംഗ്, ഡ്രാഫ്റ്റിംഗ് ഒക്കെ എല്ലാ മേഖലയിലും കുട്ടികൾക്ക് ചെയ്തു പഠിക്കാൻ പറ്റിയൊരു കോഴ്സായിരുന്നു ഇത്. അതുപോലെ തന്നെ നാടകം, അങ്ങനെയുള്ള വിഭാഗങ്ങളിലും കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ കിട്ടി. ഏറെ ആശങ്കയോടെ ക്ലാസ്സിലേക്ക് വന്ന വിദ്യാർത്ഥികൾ തിരികെ പോകുന്നത് ആത്മവിശ്വാസത്തോടെ. എനിക്ക് മൈക്ക് പിടിക്കുമ്പോഴുള്ള വേറെ മാറി. ഇപ്പം വന്ന് നിന്ന് സംസാരിക്കുന്നതിന് തന്നെ എനിക്ക് ഒരു പേടിയില്ല. ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറേ എന്താണ് ടെൻഷൻ എനിക്ക് അടിച്ചായിരുന്നു ഫസ്റ്റ് ക്യാമ്പിനൊക്കെ വരുമ്പോഴേ. എന്നിട്ട് അവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. തിയറി ക്ലാസുകൾക്കപ്പുറം പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് കുട്ടികൾ പറയുന്നു. പിന്നെ നമുക്ക് ഫോണിൽ കളിക്കണേക്കാളും റിയൽ ലൈഫിൽ കളിക്കണതാണ് ഏറ്റവും നല്ലതെന്ന് ഇവിടെ തോന്നുന്നു. അങ്ങനത്തെ ഗെയിംസാണ് ഇവിടെ ഉള്ളത്. പുതിയ കൂട്ടുകാരെ കിട്ടി, സഭാകമ്പം മാറി. ഇത്തരം ക്ലാസുകൾ ഇനിയും ഉണ്ടാകണം. മാവിലെറിഞ്ഞും ഇതും വേലി ചാടിയൊക്കെ നടന്നിട്ട് അവസാനം പരീക്ഷ എഴുതി എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുള്ളി പരീക്ഷ എഴുതാൻ പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ആരോട്ട് ഞാൻ മിണ്ടുന്നത്. പിന്നെ മറ്റേ വീടിൻ്റെ അടുത്തായിട്ട് ഒരുത്തരുണ്ടായിരുന്നു. അപ്പോൾ അവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ അറിയാവുന്നതുകൊണ്ട് അവനെ കൂടെ ചേർത്തു. പിന്നെ ഇവന്മാരെല്ലാവരും വന്നു. പിന്നെ അങ്ങനെ പേടി ചെറുതായിട്ട് മാറി തുടങ്ങി. കഴിവുകൾ പ്രകടിപ്പിക്കാൻ, അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ, കൂട്ടുകൂടാൻ ഒരു വേദി. അതാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കുട്ടികൾ, നമ്മുടെ 40 കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കയാണ്. അപ്പോൾ നമുക്കും എങ്ങനെയുള്ള കുട്ടികളായിരിക്കും, അവരുടെ ഏത് നിലവാരത്തിലാണ് അവർ നിൽക്കുന്നത്, അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ കുറേ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തു. ഇവർ വന്ന കുട്ടികളല്ല തിരിച്ചു പോകുന്നത്. ഒറ്റ വാചകത്തിൽ ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയാനായിട്ട് അതേ ഉള്ളൂ. പാട്ടുപാടിയും നൃത്തം ചെയ്തും പുതിയ പാഠങ്ങൾ പഠിച്ചും അവർ പിരിഞ്ഞു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. ഡയറ്റിന് കീഴിലുള്ള ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് കുട്ടികൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ പഠനത്തിന് മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാൻ, പഠിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗുണം ചെയ്തു എന്നാണ് ഈ കുട്ടികളുടെ തന്നെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ചുണങ്ങംവേലിയിൽ നിന്ന് ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം സ്മിത ഹരിദാസ്, 24. വാക്കറു ഫൗണ്ടേഷൻ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള പോലീസിന് 15 ലക്ഷം രൂപ വിലമതിക്കുന്ന അത്യാധുനിക സോടോക്സ് അനലൈസർ കൈമാറി. ഉമിനീർ സാമ്പിളുകൾ പരിശോധിച്ച് ലഹരി മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന നൂതന ഉപകരണമാണ് കൈമാറിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന പുട്ട വിമലാദിത്യ ചൂണ്ടിക്കാട്ടിയ ആവശ്യകത പരിഗണിച്ചാണ് വാക്കറു ഫൗണ്ടേഷൻ ഈ ഉപകരണം ലഭ്യമാക്കിയത്. കൊച്ചി ക്യൂസാറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വാക്കറു ഫൗണ്ടേഷൻ ചെയർമാൻ V. നൌഷാദ് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖറിന് ഉപകരണം കൈമാറി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ CMRL MD ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഒരു മതവിഭാഗത്തിന് നേരെ പ്രതീകാത്മകമായി വെടിയുതിർക്കുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വീഡിയോയിൽ പ്രതിഷേധം ശക്തം. ഹിമന്തയ്ക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. വംശഹത്യയുടെ ആഹ്വാനമെന്ന് കോൺഗ്രസും TMCയും ആരോപിച്ചു. അതേസമയം വ്യാപക വിമർശനങ്ങൾക്ക് പിന്നാലെ വീഡിയോ ഇന്നലെ നീക്കം ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ്ക്ക് പാക് ബന്ധമെന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കഴിഞ്ഞ ദിവസം SIT അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഗൌരവ് ഗൊഗോയി വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അപസ്മാര പ്രതിരോധ ദിനമാണ്. അപസ്മാര ചികിത്സയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുക, മിഥ്യാധാരണകൾ അകറ്റി മികച്ച ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ദിനാചരണം. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാമത്തെ തിങ്കളാഴ്ചയാണ് ദിനാചരണം. ലോകമെമ്പാടുമുള്ള അപസ്മാര ബാധിതരിൽ 80% വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിൽ 1 കോടിയിലധികം അപസ്മാര ബാധിതർ ഉണ്ടെന്നാണ് കണക്ക്. നഗരവാസികളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലാണ് അപസ്മാര ബാധിതരുടെ എണ്ണം കൂടുതൽ. അപസ്മാരത്തെ അറിയുക, മികച്ച ചികിത്സാ സംവിധാനം ഒരുക്കുക, ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്ക് സമൂഹത്തിൽ തുല്യ അവസരം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അപസ്മാര പ്രതിരോധ ദിനം ആചരിക്കുന്നത്. അപസ്മാര ചികിത്സയിൽ പുത്തൻ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഉറപ്പുവരുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് ഇത്തവണത്തെ ദിനാചരണം. ഇന്ത്യ, ജർമ്മനി, സാംബിയ, കെനിയ, ടുണീഷ്യ, നേപ്പാൾ തുടങ്ങി നിരവധി രാജ്യങ്ങൾ
അപസ്മാര പ്രതിരോധ പ്രതിജ്ഞ എടുത്തു. അപസ്മാരത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് ലോകം മുഴുവൻ സെമിനാറുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തും ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക ക്യാമ്പയിനുകളുണ്ട്. ഇന്റർനാഷണൽ ബ്യൂറോ ഫോർ എപ്പിലെപ്സിയും ഇന്റർനാഷണൽ ലീഗ് അഗൈൻസ്റ്റ് എപ്പിലെപ്സിയും സംയുക്തമായാണ് അപസ്മാര പ്രതിരോധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. റിസർച്ച് ഡെസ്ക് 24. ഉന്നാവോ അതിജീവിതയുടെ പിതാവിന്റെ കസ്റ്റഡി മരണക്കേസിൽ ജാമ്യത്തിനായി പ്രതി കുൽദീപ് സെൻഗർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെയാണ് പ്രതി അപ്പീൽ സമർപ്പിച്ചത്. കേസിൽ 10 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് കുൽദീപ് സെൻഗർ. കഴിഞ്ഞ ജനുവരി 19 കേസിൽ വാദം കേട്ട ഡൽഹി ഹൈക്കോടതി സെൻഗാറിന്റെ തടവ് ശിക്ഷ മരവിപ്പിക്കാൻ വിസമ്മതിച്ചിരുന്നു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സിയാൽ എയ്റോ പാർക്ക് ഒരുങ്ങുന്നു. ഏവിയേഷൻ അനുബന്ധ കമ്പനികൾ, എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ, എയർക്രാഫ്റ്റ് പാർക്കിംഗ് സൗകര്യം, ഏവിയേഷൻ രംഗത്തെ വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, സാങ്കേതിക സഹായ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 36 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരുന്നത്. ഇന്ന് രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനങ്ങൾ, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായാണ് പദ്ധതി. 101 കോടി രൂപയുടെ 6 പദ്ധതികൾ കൂടി എയ്റോ പാർക്കിനൊപ്പമുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കൊച്ചി ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്കെതിരെ ലൈംഗിക അതിക്രമവും തായ്വാൻ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മുംബൈ സ്വദേശിക്കെതിരെയാണ് കേസെടുത്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലായാണ് പരാതി ലഭിച്ചത്. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടി അത് ആസ്വദിക്കാനെത്തുന്ന അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകാൻ എത്തുന്ന വിദേശികൾക്ക് നേരെയുള്ള ആക്രമണം ആശങ്കപ്പെടുത്തുന്നതാണ്. വിവരങ്ങൾ. കൃഷ്ണ, നവി മുംബൈ സ്വദേശി സുമിത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. തായ്വാൻ സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത്. യുവതി ബിനാലയിലെ സംഗീതജ്ഞ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിച്ചു. അതിനിടയിലാണ് ഈ സുമിത്ത് എന്ന് പറയുന്ന ആൾ ഇവരുമായി പരിചയത്തിലാവുകയും പിന്നീട് ഇവരോട് മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തത്. ആ പശ്ചാത്തലത്തിലാണ് പിന്നാലെ ഇവർ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സുമിത്ത് ബിനാലയുമായി നേരിട്ട് ബന്ധമുള്ള ആളാണോ എന്ന കാര്യത്തിലൊരു വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ക്രിസ്റ്റീന, വിഷ്ണു, 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. എപ്പോഴാണിത് പോലീസിൽ പരാതി നൽകിയത്? കൃഷ്ണ, 3 ദിവസം, അതായത് സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ യുവതി ഇമെയിലായി പരാതി നൽകിയിട്ടുണ്ട്. ഇവർ തായ്വാനിലേക്ക് എത്തിയ ശേഷമാണ് പരാതി നൽകിയതെന്നും വിവരം ലഭ്യമാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ഈ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് പരാതിയിലടക്കം ഇവരുടെ ഒപ്പുവെച്ച് അതിനുശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലായാണ് പരാതി ലഭിച്ചത്. അതായത് ഈ സുമിത്ത് എന്ന് പറയുന്ന ആൾ തന്നോട് നിരന്തരം മോശമായി പെരുമാറി, അത് താൻ ഇയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ കടന്നു പിടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ്. ആ പരാതിയിന്മേൽ ഈ സുമിത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ഇയാൾക്ക് ബിനാലയുമായി ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ബിനാലെ കാണുന്നതിന് വേണ്ടി എത്തിയതാണോ തുടർന്ന കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ക്രിസ്റ്റീന, വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. തായ്വാൻ സ്വദേശിക്കാണ് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊച്ചി ബിനാലെയിൽ പങ്കെടുക്കാനെത്തിയ കലാകാരിയാണ്. അങ്ങനെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.